ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിൻ്റെ EVS ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇപ്രാവശ്യം മുതൽ പുതിയതാണ്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് EVSലെ ആദ്യത്തെ യൂണിറ്റാണ് ഏത്? ഗ്രീൻ എർത്ത്. എന്താണ്? ഗ്രീൻ എർത്ത്. അപ്പോൾ എന്താ? ഗോ ടച്ച് ആൻഡ് കം ലിറ്റിൽ ബേർഡ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ്, ഒരു സോങ് ആയിട്ടാണ് ഈ ചാപ്റ്റർ, ഈ യൂണിറ്റ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. Fly away, fly away, fly little bird, go touch the green tree and come little bird. അപ്പോൾ എന്താണ്, ഒരു ലിറ്റിൽ ബേർഡിനോട് പറയാണ്, ഫ്ലൈ ചെയ്യാൻ പറയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ഗ്രീൻ ട്രീ ടച്ച് ചെയ്തിട്ട് തിരിച്ച് വായോ എന്ന് പറയാണ്. വിച്ച് ട്രീ ഡിഡ് ദ ബേർഡ് ടച്ച്? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? ക്യാൻ യു ടെൽ ഇഫ് ഇറ്റ് ഈസ് ബിഗ് ഓർ സ്മോൾ? എന്നിട്ട് ഈ പോമിൽ എന്നെ ചോദിക്കുകയാണ്, ഏത് ബേർഡ്, ഏത് ട്രീ ആയിരിക്കും ബേർഡ് തൊട്ടിട്ടുണ്ടാവുക? കാരണം ഒരുപാട് ട്രീസ് നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അതിലേതായിരിക്കും ഈ ബേർഡ് ടച്ച് ചെയ്തിട്ടുണ്ടാവുക? അതിൻ്റെ പേരെന്താണ്? ക്യാൻ യു ടെൽ ഇഫ് ഇറ്റ് ഈസ് ബിഗ് ഓർ സ്മോൾ? അപ്പോൾ വലിയ ട്രീ ആയിരിക്കുമോ അതോ ചെറിയ ചെടികളായിരിക്കുമോ ഈ ബേർഡ് തൊട്ടിട്ടുണ്ടാവുക എന്നൊക്കെ ചോദിക്കുകയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. Fly away, fly away, fly little bird, go touch the flower and come little bird. Which flower did the bird touch? What is its name? Can you tell the color of the flower? അപ്പോൾ എന്താണ് അടുത്തതിൽ ഈ ബേർഡിനോട് പറന്ന് പോയിട്ട് എന്ത് ചെയ്യാനാണ് പറയണത്? ഒരു ഫ്ലവറിനെ ടച്ച് ചെയ്യാനാണ് പറയണത്. ദെൻ ആ ഫ്ലവറിനെ ടച്ച് ചെയ്തിട്ട് ചോദിക്കുകയാണ്, ഈ ഫ്ലവർ ഏത് ഫ്ലവറാണ്? ആ ഫ്ലവറിൻ്റെ പേരെന്താണ്? ദെൻ അതിൻ്റെ കളർ എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഫ്ലൈ അവേ, ഫ്ലൈ അവേ, ഫ്ലൈ ലിറ്റിൽ ബേർഡ്, ഗോ ടച്ച് ദ ലീഫ് ആൻഡ് കം ലിറ്റിൽ ബേർഡ്. അപ്പോൾ ഇനി എന്താ തൊടാൻ പറയണത്? ഇനി അടുത്തത് ലീഫ്. ലീഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലയാണ് തൊടാൻ പറയുന്നത്. വിച്ച് ലീഫ് ഡിഡ് ദ ബേർഡ് ടച്ച്? അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഏത് ലീഫായിരിക്കും ബേർഡ് ടച്ച് ചെയ്തിട്ടുണ്ടാവുക? വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? അതിൻ്റെ പേരെന്താണ്? ക്യാൻ യു ടെൽ ദ ഷേപ്പ് ഓഫ് ദ ലീഫ്? അപ്പോൾ പിന്നെ എന്താ ചോദിക്കുന്നത്? ആ ലീഫിൻ്റെ ഷേപ്പ് എന്താണ്? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പോം. then അടുത്ത പേജ് നോക്കാം. Did you see the children who are singing and dancing? Shall we play this game? Which plants were you able to touch when you played? Which other plants do you know? Write them in your environmental science diary. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ കുട്ടികൾ പാടുന്ന പോലെ നമുക്ക് കളിക്കാമെന്നാണ് പറയുന്നത്. അതൊന്നും ഇത്ര കാര്യമാക്കണ്ട. Which parts? Saira is drawing the pictures of a plant. അപ്പോൾ എന്താണ് സൈറ എന്താ ചെയ്യുന്നത്? ഈ പ്ലാന്റിൻ്റെ പിക്ചർ വരയ്ക്കാണ്. വാട്ട് ആർ ദ അതർ പാർട്സ് ടു ആഡ് ദ പിക്ചേഴ്സ്? കംപ്ലീറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ പാർട്സ്. അപ്പോൾ എന്താണ് ഈ സൈറ എന്താ വരച്ചിട്ടുള്ളത്? ചെറുതായിട്ടൊന്ന് വരച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കി നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് പ്ലാന്റിൻ്റെ പാർട്സ്? ഒന്നാമത് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? റൂട്ട്. അപ്പോൾ റൂട്ട് തന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് പ്ലാന്റിൻ്റെ പാർട്സ്? അപ്പോൾ കൂട്ടുകാരൊരു പ്ലാന്റ്, ഒരു ചെടി മനസ്സിൽ ആലോചിക്കുക, അതിന് എന്തൊക്കെ ഉണ്ടായിരിക്കുമെന്ന്. ദെൻ നമുക്ക് എഴുതാം. റൂട്ട് ഉണ്ടായിരിക്കും, ദെൻ സ്റ്റെം ഉണ്ടായിരിക്കും അല്ലേ? സ്റ്റെം ഉണ്ടായിരിക്കും. പിന്നെ എന്താ ഉണ്ടായിരിക്കുക? ലീവ്സ്, ഇലകൾ ഉണ്ടായിരിക്കും. പിന്നെ ചിലതിന് എന്താ ഫ്ലവേഴ്സ് ഉണ്ടായിരിക്കും, ചിലതിന് ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ എഴുതുക. അപ്പോൾ അതൊക്കെ ആ വിട്ടുപോയ ഭാഗത്ത് എഴുതുക. ദെൻ കൂട്ടുകാരെന്ത് ചെയ്യണം? ഒരു പ്ലാന്റിനെ വരയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് ലെറ്റസ് ക്ലാസിഫൈ. ഡു യു തിങ്ക് ഓൾ ദ പ്ലാന്റ്സ് യു സീ ആർ സിമിലർ? നമ്മൾ കാണുന്ന എല്ലാ പ്ലാന്റ്സും സിമിലർ, ഒരുപോലെയാണോ? അല്ല, അതിനൊരുപാട് വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണ് വ്യത്യാസം? വാട്ട് ആർ ദ ഡിഫറൻസസ്? എന്തൊക്കെയാണ് ആ വ്യത്യാസം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് അവർ നമുക്ക് തന്നിട്ടുണ്ട്, ഒന്ന് സൈസാണ് അല്ലേ? അപ്പോൾ ബാക്കി എന്തൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും? പിന്നെ എന്തിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും? ഷേപ്പിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, ദെൻ കളറിൽ വ്യത്യാസം ഉണ്ടാവും, പിന്നെ ഓരോ ഇലകൾക്കും വ്യത്യാസം ഉണ്ടാവും, ലീവ്സിൽ വ്യത്യാസം ഉണ്ടാവും, പിന്നെ ഫ്രൂട്ട്സിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. ദെൻ
അടുത്തത് എന്താ? വിച്ച് പ്ലാന്റ്സ് ഡു യു സീ ഇൻ ദ പിക്ചർ? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദെയർ സ്റ്റെം? വാട്ട് ആർ ദ ഡിഫറൻസ് ഇൻ ദെയർ സൈസസ്? ഹൗ ലോങ് വിൽ ദേ ലിവ്? അപ്പോൾ എന്താണ്, ഏതൊക്കെ തരം പിക്ചറാണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്? അവർക്ക് എന്തൊക്കെ പ്രത്യേകത, സ്റ്റമ്മിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ട്, then അവരുടെ സൈസിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ട്, എത്ര കാലം അവർ ജീവിക്കും, അതൊക്കെ എങ്ങനെയാണ്? മാർക്ക് യുവർ ഒബ്സർവേഷൻ വിത്ത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അടിയൊരു ടേബിൾ ഉണ്ട്. അപ്പോൾ ആ ടേബിളിൽ നമ്മളോട് ടിക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒബ്സർവ് ദ പ്ലാന്റ്സ് ഇൻ ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ സ്കൂളിലത്തെ ഗാർഡൻ നോക്കിയിട്ട് ബാക്കി ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ. എന്താണ് സ്പിനാച്ച് ഏതാ? ചീരയാണ്. അപ്പോൾ ചീരയുടെ സ്റ്റെം എങ്ങനെയാണ്? സ്റ്റെമ്മ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെമ്മാണ്. സൈസ് നല്ല ചെറിയ സ്മോൾ സൈസാണ്. അത് എത്ര കാലം ജീവിക്കും? മന്ത്സ്, ഇയേഴ്സ്, മെനി ഇയേഴ്സ്. അപ്പോൾ എത്രയാണ്? കുറച്ച് കാലമാണ്. അപ്പോൾ എന്താണ്? മന്ത്സിൻ്റെ അവിടെ ടിക്ക് ഇടുക. ഓക്കെ. നെക്സ്റ്റ് ഹിബിസ്കസ് ആണ്. ഹിബിസ്കസ് എന്ന് പറഞ്ഞാൽ എന്താ? ചെമ്പരത്തിപ്പൂവ്. അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ സ്റ്റെം എന്താ? സ്റ്റെം കുറച്ച് ഹാർഡാണ് അല്ലേ, കുറച്ച് കട്ടിയുള്ള കുറച്ച് ഹാർഡായിട്ടുള്ളതാണ് ഹിബിസ്കസിൻ്റെ സ്റ്റെം. അതിൻ്റെ സൈസ് എന്താണ്? സൈസ് നല്ല ബിഗ് സൈസാണ്. എന്നാൽ അത്ര ബിഗ് അല്ല, കുറച്ച് ബിഗ് സൈസാണ്. ഹൗ ലോങ് വിൽ ഇറ്റ് ലിവ്? അപ്പോൾ അത് എത്ര കാലം ജീവിക്കും? കുറച്ച് വർഷങ്ങൾ ജീവിക്കും. അടുത്തത് എന്താ? മാംഗോ ട്രീ ആണ്. അപ്പോൾ മാംഗോ ട്രീ എന്താ? വെരി ഹാർഡാണ്. ദെൻ സൈസ് എന്താ? സൈസ് വെരി ബിഗ് ആണ്. ദെൻ ഹൗ ലോങ് ഇറ്റ് ലീവ്? എത്ര വർഷം ജീവിക്കും? മെനി ഇയേഴ്സ്, കുറേ വർഷങ്ങൾ. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് ചുറ്റും കാണുന്ന പ്ലാന്റ്സും അതുപോലെ തന്നെ ട്രീസും ഒക്കെ എഴുതിയിട്ട് ഇത് കംപ്ലീറ്റ് ആക്കുക. സ്കൂളിലുള്ള പ്ലാന്റ്സും ട്രീസും ഒക്കെ എഴുതുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് അത് നോക്കുക. എന്നിട്ട് അതിൻ്റെ സ്റ്റെം എന്താണ്? സ്റ്റെമ്മ് സോഫ്റ്റ് ആണോ, ഹാർഡാണോ, വെരി ഹാർഡാണോ നോക്കുക. അതിൻ്റെ സൈസ് നോക്കുക. സ്മോൾ ആണോ, ബിഗ് ആണോ? നല്ല സ്മോൾ ആണെങ്കിൽ, ചെറിയ ചെടിയാണെങ്കിൽ സ്മോൾ എഴുതുക. ദെൻ നമ്മുടെ ഹിബിസ്കസ്, റോസ് അതൊക്കെ വരുമ്പോൾ ബിഗ് എഴുതുക. ദെൻ നമ്മുടെ ട്രീസ്, മാംഗോ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ബാനിയൻ ട്രീ അതൊക്കെ എഴുതുമ്പോൾ എന്താണ്? വെരി ബിഗും മെനി ഇയേഴ്സൊക്കെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കുക. ഓക്കെ. അടുത്തത് എന്താ? വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദ ടേബിൾ? എന്താണ് നിങ്ങൾ ടേബിളിൽ നിന്ന് പഠിച്ചത്? ഐ ആൻഡ് മൈ ഫ്രണ്ട്സ് ആർ ഹെർബ്സ്. ക്യാൻ യു റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്? അപ്പോൾ എന്താ? ഹെർബ്സിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഒന്ന് തന്നിട്ടുണ്ട്, സ്റ്റം ഈസ് സോഫ്റ്റ് ആണ്, നോട്ട് ഡീപ്പ് റൂട്ട്സ്. അപ്പോൾ നമുക്കിനി വേറെ ഒന്നും കൂടി എഴുതണം. അപ്പോൾ നമുക്കത് എന്ത് എഴുതാം? സ്മോൾ ഇൻ സൈസ്, ചെറിയ സൈസായിരിക്കും ഹെർബ്സിൻ്റെ. അപ്പോൾ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഹെർബ്സ് എന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം? സ്റ്റെം ഈസ് സോഫ്റ്റ്, സ്മോൾ ഇൻ സൈസ്, നോ ഡീപ്പ് റൂട്ട്സ്. എന്താണ്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഹെർബ്സ്? ഹെർബ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്റ്റെം സോഫ്റ്റ് ആണ്, ദെൻ ചെറിയ സൈസാണ്, ഡീപ്പ് റൂട്ട്സ് ഇല്ല. ഓക്കെ. ഇനി അടുത്തത് എന്താ? ഡു യു നോ ആസ് വി ഗ്രോ വെരി ടോൾ വി ആർ ട്രീസ്. അപ്പം ഞാൻ ആരാണ്? നിങ്ങൾക്കറിയോ ഞാൻ ആരാണെന്ന്? ഞങ്ങൾ വളരെ ടോളിൽ, വളരെ പൊക്കത്തിൽ വളരും. വി ആർ ട്രീസ്. ആരാണ് ഞങ്ങളാണ് ട്രീസ്, മരങ്ങൾ. പ്ലീസ് റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്. അപ്പോൾ ആ ഫീച്ചേഴ്സ് എഴുതാനാണ് ഒന്ന് തന്നിട്ടുണ്ട്. വെരി ഹാർഡ് സ്റ്റെം ആയിരിക്കും, വെരി ഹാർഡ് സ്റ്റെം. അപ്പോൾ നമുക്കിനി എന്തൊക്കെ എഴുതാം? വെരി ഹാർഡ് റൂട്ടായിരിക്കും, വെരി ഹാർഡ് റൂട്ട്. ലോങ് ലൈഫ് സ്പാൻ, കുറേ വർഷം ജീവിക്കും. അപ്പോൾ അതൊക്കെ എഴുതാം. അപ്പോൾ അടുത്ത ചോദ്യം എന്താ? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ട്രീസ്? ട്രീസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്മോൾ ഇൻ സൈസ്, വെരി ഹാർഡ് സ്റ്റെം, വെരി ഹാർഡ് റൂട്ട്. എന്തൊക്കെയാണ്? ലോങ് ലൈഫ് സ്പാൻ ആണ്, വെരി ഹാർഡ് സ്റ്റെം ആണ്, വെരി ഹാർഡ് റൂട്ട് ആണ്. വി ആർ സ്മോൾ, അവർ stems are pretty hard, we are called shrubs. അപ്പോൾ എന്താണ് ഇനി അടുത്തത്? shrubsനെ കുറിച്ചിട്ടാണ് പറയുന്നത്. shrubs എന്താണ് പറയുന്നത്? ഞങ്ങൾ നല്ല pretty ഹാർഡാണ്, ചെറുതായിട്ടൊരു ഹാർഡ് സ്റ്റെം ആയിരിക്കും. ദെൻ ഒരു ഫീച്ചറും കൂടെ എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ്. എന്താണ്? മീഡിയം സൈസുള്ള പ്ലാന്റ്സ് ആണ് shrubs. അപ്പോൾ അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് shrubs? shrubsൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഹാർഡ് സ്റ്റെം ആണ്, ദെൻ മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ് ആണ്.
ദെൻ ഹേർബ്സിൽ എന്തൊക്കെ വരിക? സ്പിനാഷ് തന്നിട്ടുണ്ട്. ബാക്കി എന്തൊക്കെ വരും? വീറ്റ് വരും, പാഡി വരും, ക്യാബേജ് വരും, ടൊമാറ്റോ വരും, ക്യാരറ്റ് വരും. ഇനി അടുത്ത ഷ്രബ്സിൽ എന്തൊക്കെയാണ്? ഹിബിസ്കസ് തന്നിട്ടുണ്ട്. ദെൻ റോസ് വരും, ജാസ്മിൻ, ലെമണ്, തുളസി. ഇനി നെക്സ്റ്റ് ട്രീയിൽ മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ, ബാനിയൻ ട്രീ, ആപ്പിൾ ട്രീ, ഓക്ക് ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, അങ്ങനത്തെ കുറേ ട്രീസും വരും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഹെർബ്സിൽ വരുന്നത് ഹെർബ്സിൽ എഴുതുക, ദെൻ ഷ്രബ്സിൽ വരുന്നത് ഷ്രബ്സിൽ എഴുതുക, ദെൻ ട്രീസിൽ വരുന്നത് ട്രീസിൽ എഴുതുക. അപ്പോൾ ഇതല്ലാണ്ട് ഇതിന് പുറമെ ഒരുപാട് എക്സാമ്പിളുണ്ട്. അപ്പോൾ അത് എഴുതിയാലും മതി. ഓക്കെ, wine plants. Friends, we are wine plants. We too are here. അപ്പോൾ എന്താണ്? ഞങ്ങളാണ് വൈൻ പ്ലാന്റ്സ്, ഞങ്ങളും ഇവിടെ ഉണ്ട്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? അപ്പോൾ ഇവയുടെ ഇങ്ങനത്തെ പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്പ്രെഡ്സ് ലൈക്ക് എ ക്രീപ്പർ, കനോട്ട് സ്റ്റാൻഡ് അപ്പ് അലോൺ. അപ്പോൾ 2 ഫീച്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഫീച്ചേഴ്സ് നമുക്ക് എഴുതി നോക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്താം? സ്പ്രെഡ്സ് ലൈക്ക് എ ക്രീപ്പർ, കനോട്ട് സ്റ്റാൻഡ് അപ്പ് അലോൺ. 2 തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? സ്പ്രെഡ്സ് ലൈക്ക് എ ക്രീപ്പർ, ക്രീപ്പറിൻ്റെ പോലെ സ്പ്രെഡായിട്ട് പോവും. ദെൻ കനോട്ട് സ്റ്റാൻഡ് അപ്പ് അലോൺ, ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. ദെൻ നമുക്ക് എന്തൊക്കെ എഴുതാം? ക്ലൈംബിങ് ഹാബിറ്റ് ഉണ്ട്, ഒന്നിൻ്റെ മേലെ ക്ലൈംബ് ചെയ്യണ ഒരു ഹാബിറ്റ് ഉണ്ട്. ദെൻ ഫാസ്റ്റ് ഗ്രോത്ത് ആണ്, പെട്ടെന്ന് ഉണ്ടാവും. ഒബ്സർവ് യുവർ സറൗണ്ടിങ്, ഫൈൻഡ് ആൻഡ് നോട്ട് ഡൗൺ മോർ എക്സാമ്പിൾസ് ഫോർ വൈൻ പ്ലാന്റ്സ്. അപ്പോൾ കൂട്ടുകാർ വൈൻ പ്ലാന്റ്സിന് കുറച്ചും കൂടി എക്സാമ്പിൾസ് എഴുതുക. ഓക്കെ, വൈൻ പ്ലാന്റ്സ് ആർ 2 ടൈപ്സ്. അപ്പോൾ എത്ര ടൈപ്സ് ആണ് വൈൻ പ്ലാന്റ്സ്? വൈൻ പ്ലാന്റ്സ് ആർ 2 ടൈപ്സ്. ദോസ് ദാറ്റ് സ്പ്രെഡ് ആൻഡ് ഗ്രോ എലോങ് ദ ഗ്രൗണ്ട്. അപ്പോൾ എന്താണ് ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത്? എന്താണ്? ഗ്രൗണ്ടിലൂടെ സ്പ്രെഡായിട്ട് വളരുന്നത്. ആൻഡ് അടുത്ത ടൈപ്പാണ് എന്ത്? ആൻഡ് ദോസ് ആർ ഗ്രോ അപ്വേർഡ് ബൈ ഹോൾഡിങ് ഓൺ ഓർ ബൈ സ്പ്രെഡിങ് അലോങ് എ സപ്പോർട്ട്. അപ്പോൾ എന്താണ്? 2 ടൈപ്സ് ഉണ്ട് ഈ വൈൻ പ്ലാന്റ്സ്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ഗ്രൗണ്ടിലൂടെ തന്നെ പടർന്നിട്ട് ഗ്രൗണ്ടിലൂടെ തന്നെ സ്പ്രെഡായിട്ട് വളരും. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ എന്തിൻ്റെങ്കിലും ഒന്നിൻ്റെ സപ്പോർട്ടിന്മേൽ മേലേക്ക് കയറിയിട്ട് വളരും. അപ്പോൾ അതാണ് വൈൻ പ്ലാന്റ്സ്. അപ്പോൾ വൈൻ പ്ലാന്റ്സ് എത്ര ടൈപ്സ് ആണ്? വൈൻ പ്ലാന്റ്സ് ആർ 2 ടൈപ്സ്. ഇനി അടുത്തത് എന്താ? അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പ്ലാന്റ്സ് ഇൻ വാട്ടർ. പ്ലാന്റ്സ് ഇൻ വാട്ടർ, പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ ആർ വാട്ടർ പ്ലാന്റ്സ്. അപ്പോൾ എന്താണ് വാട്ടർ പ്ലാന്റ്സ്? വാട്ട് ആർ കോൾഡ് വാട്ടർ പ്ലാന്റ്സ്? എന്താണ്? പ്ലാന്റ്സ് ദാറ്റ് ആർ ഗ്രോ ഇൻ വാട്ടർ ആർ കോൾഡ് വാട്ടർ പ്ലാന്റ്സ്. എന്താണ്? പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ ആർ കോൾഡ് വാട്ടർ പ്ലാന്റ്സ്. അപ്പോൾ വെള്ളത്തിൽ വിരിയുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? ലെറ്റ് us write. Find out more water plants and note them down. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്? ദെൻ ഒരുപാട് എക്സാമ്പിൾസ് എഴുതാം. അപ്പോൾ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് വാട്ടർ പ്ലാന്റ്സിൻ്റെ? ലോട്ടസ് എഴുതാം, ദെൻ വാട്ടർ ലില്ലി. അപ്പോൾ ഇതൊക്കെ വാട്ടർ പ്ലാന്റ്സിന് എക്സാമ്പിളാണ്. അടുത്തത് എന്താ? ലൈഫ് ഇൻസൈഡ് ദ സീഡ്, സീഡിൻ്റെ ഉള്ളിലെ ലൈഫ്. ഓക്കെ, വാവ്, ലൈറ്റ് അറൗണ്ട്, ഐ ആം എബൌട്ട് ദ സോയിൽ. അപ്പോൾ എന്താ? ഈ സീഡിൽ നിന്ന് മുളച്ച് വന്നൊരു പ്ലാന്റ് പറയാണ്, ഓ ചുറ്റും ലൈറ്റ് ആണല്ലോ, ഞാൻ സോയിലിൻ്റെ പുറത്തേക്ക് വളർന്നു എന്ന് പറയാണ്. ഹാവ് യു സീൻ സീഡ്സ് ജെർമിനേറ്റിംഗ്? ലെറ്റ് us ജെർമിനേറ്റ് എ സീഡ്. അപ്പോൾ എന്താണ്? നമുക്കൊരു സീഡിനെ ഒന്ന് ജെർമിനേറ്റ് ചെയ്ത് നോക്കാം, ഒന്ന് മുളപ്പിച്ച് നോക്കാം. a transparent glass with sand. അപ്പോൾ എന്താണ്? ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്, അതായത് ഇവിടെ നോക്കിയാൽ അകത്തും കൂടെ കാണുന്ന ഒരു ഗ്ലാസ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഫിൽ a transparent glass with sand. അതിൽ കുറച്ച് മണൽ നിറക്കുക. Plant 3 or 4 pea seeds. അപ്പോൾ എന്താ? എന്നിട്ട് അതിൽ എന്ത് ചെയ്യണം? ഒരു 3 or 4 pea seeds ഇടുക. സ്ലൈറ്റ്ലി അണ്ടർ ദ സാൻഡ് ക്ലോസ് ടു ദ ഗ്ലാസ്. അപ്പോൾ എന്താണ്? ഈ ഗ്ലാസ്സിൽ മണ്ണിലായിട്ട് ഈ സാൻഡിലായിട്ട് ഇടുക. വെറ്റ് ദ സാൻഡ്, എന്നിട്ട് എന്താ? നനച്ച് കൊടുക്കുക. കീപ്പ് ഇറ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുക. ഒബ്സർവ് ദ സീഡ് ജെർമിനേറ്റിംഗ്. വാട്ട് ചേഞ്ചസ് ക്യാൻ യു സീ? വിച്ച് പാർട്ട് ഓഫ് ദ സീഡ് വിൽ ജെർമിനേറ്റ് ഫസ്റ്റ്? How many days will it take for the first leaf to sprout? Observe
ഡിസ്കസ് യുവർ ഫൈൻഡിങ്സ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ യുവർ സയൻസ് ഡയറി. ഡ്രോ പിക്ചേഴ്സ് ടു. അപ്പോൾ എന്താണ്, ഒരു ഗ്ലാസ് എടുക്കുക, ആ ഗ്ലാസ്സിൽ കൂട്ടുകാർ മണൽ നിറക്കുക, കുറച്ച് മണൽ നിറക്കുക. ഒരു ട്രാൻസ്പാരൻറ്റ് ഗ്ലാസ് വേണം എടുക്കാനായിട്ട്. ദെൻ മണൽ നിറച്ചതിന് ശേഷം ഒരു 3-4 പീ പ്ലാന്റിൻ്റെ സീഡ് അതിലിടുക. പീ പ്ലാന്റിൻ്റെ സീഡ് ഇട്ടിട്ട് എന്ത് ചെയ്യണം കൂട്ടുകാർ, അതിന് വെള്ളം നനച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്ന് പോയി നോക്കുക, എന്നിട്ട് ഒബ്സർവ് ചെയ്യുക അതിൻ്റെ ചേഞ്ചസ് എന്തൊക്കെയെന്ന് നോക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് മുളക്കുന്നത് കാണാം. അപ്പോൾ ഏത് പാർട്ടാണ് ആദ്യം മുളക്കുക, ദെൻ എത്ര ദിവസം എടുത്തു, എത്ര സമയം എടുത്തു എന്നൊക്കെ കൂട്ടുകാർ നോട്ട് ചെയ്യുക. അപ്പോൾ കൂട്ടുകാർക്കുള്ള ഒരു ആക്ടിവിറ്റിയാണത്. അപ്പോൾ കൂട്ടുകാരത് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല, ഇനി അടുത്ത പാർട്ട് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.